എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടാറ്റയുടെ ഒരു ആര്യ വരെയുള്ള സീരീസ് വന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യൻ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ് വന്നത്. അതിനുശേഷം ടാറ്റ ജാഗ്വാറുമായിട്ടും ലാൻഡ് റോവറുമായിട്ടും അല്ലെങ്കിൽ അവരെ ഏറ്റെടുത്തതിന് ശേഷം അവരുടെ വണ്ടികളിലൊക്കെ വന്ന വിപ്ലവകരമായ മാറ്റങ്ങളാണ്. ഒരുപാട് ഫെസിലിറ്റീസൊക്കെ കൂടുതലായിട്ട് വണ്ടിയിൽ വന്നു. അങ്ങനെ അവർ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ട് നമ്മുടെ ഇന്ത്യൻ വിപണിയിലേക്ക് വന്ന ടാറ്റ ഹെക്സ, അതിൽ തന്നെ മാനുവലിൽ ടോപ്പ് എൻഡ് വേരിയന്റ് വാഹനമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടാറ്റ ഹെക്സ XT വേരിയന്റിലുള്ള വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മാനുവൽ വാഹനമാണ്. 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വെറും 64,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഇല്ലാത്ത ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആയിട്ടുള്ള ഒരു ക്ലീൻ പീസ് ഹെക്സയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണുക. ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് നമ്മളെ വിളിച്ച് നമുക്ക് ഈ വാഹനം ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ വാഹനത്തിന് നമുക്ക് ലോൺ സൗകര്യം ലഭ്യമാണ്. ആർക്കെങ്കിലും ലോണിൽ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലോണും ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഇൻസ്പെക്ഷൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് വളരെയധികം പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു വാഹനമാണ് ടാറ്റയുടെ ഹെക്സ എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു കാലം തെറ്റി ഇറങ്ങിയ വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇറങ്ങിയ സമയത്തല്ല ഇറങ്ങേണ്ടത്, ഈ കാലഘട്ടത്തിൽ ഇറങ്ങേണ്ട ഒരു വാഹനമായിട്ടാണ് ശരിക്കും എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയധികം ഫെസിലിറ്റീസ്, ഫീച്ചേഴ്സ് കുത്തി നിറച്ച ഒരു വാഹനമാണ് ഹെക്സ. പിന്നെ ടാറ്റയുടെ ബിൽഡ് ക്വാളിറ്റി നമ്മൾ ആരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അതേപോലെ തകിടിൻ്റെ കനം തന്നെ നമ്മുടെ നോർമൽ വണ്ടികളെക്കാട്ടിലും നല്ല ബെറ്റർ ക്വാളിറ്റി ഉള്ളതാണ്. സേഫ്റ്റിയിൽ ടോപ്പാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗത്തെയും പെയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്താണ്. യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റ് ഈ വാഹനത്തിൽ വന്നിട്ടില്ല. ഈ ഫെൻഡറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഫുൾ കമ്പനി ഒറിജിനൽ പെയിൻ്റാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ രണ്ട് ഡോറും ഒരുമിച്ച് പറയാം. ഈ ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളും വന്നിട്ടില്ല, റീപെയിൻറ്റും വന്നിട്ടില്ല. ഇവിടെ ഒരു കുഞ്ഞു കല്ലടിച്ച പോലത്തെ പാടി, ഇതൊക്കെ വീഡിയോയിൽ കാണത്തില്ല. എന്നാലും നമ്മൾ ഏറ്റവും ചെറിയ ഡീറ്റെയിൽ വരെ എടുത്തു പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശത്തിലേക്ക് പോകാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്കിവിടെ കാണാം. ഡോർ പാഡൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിൻ്റെ ഉൾവശം നോക്കാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർ പാഡുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് നല്ല ടൈറ്റാണിത്. ഓക്കെ, ഈ താഴെ വശത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴെ വശത്ത് ഇവിടെ കമ്പനിയുടെ ഇൻബിൽറ്റായിട്ട് വരുന്ന ഒരു ജോയിൻ്റാണ്, പഞ്ചിങ് ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് വണ്ടി ഏതെങ്കിലും രീതിയിൽ ആക്സിഡൻ്റലൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫ്യൂൾ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണുള്ളത്. ഇവിടെ നമുക്ക് ഹെക്സയുടെ ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാഡ്ജിങ് കാണാം. ആ ഒരു ലൈനിങ് ഈ വണ്ടിയുടെ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഇങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഹെക്സയുടെ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് പുറകും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഹെക്സയുടെ ബാഡ്ജിങ്ങും XT എന്നുള്ള ടോപ്പ് വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയും അവിടെ ടാറ്റയുടെ ലോഗോയും നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ടൈലൈറ്റിലേക്ക് വരുവാണെങ്കിൽ ടൈലൈറ്റിലൊന്നും സ്ക്രാച്ചുകളോ ക്രാക്കുകളോ ഡാമേജുകളോ ഒന്നും തന്നെയില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിക്കിയുടെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ്ങും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇനി ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ഭാഗത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ പുറകുവശത്ത് നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടുന്നതാണ്, നമുക്ക് സ്റ്റോറേജ് സ്പേസ്. പിന്നെ ഇവിടെ ഒരു 12 വാൾട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് നമുക്ക് വരുന്നുണ്ട്.
അതുപോലെ നമ്മൾ ഈ ഡിക്കിയുടെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്പീക്കർ ചെയ്തിട്ടുണ്ട്. കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന, അറിയാമല്ലോ ടാറ്റയിൽ ഹർമന്റെയും JBLന്റെ ഒക്കെ സിസ്റ്റംസ് ആണ് ആ സമയത്തൊട്ട് വരുന്നത്. JBLന്റെ തന്നെ കമ്പനിയാണ് ഹെർമനും വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് അടച്ചിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഒരു ക്രോമിന്റെ ഫിനിഷിങ് വരുന്നുണ്ട്. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. അത് നമ്മൾ ഡിക്കി അടച്ചു കഴിയുമ്പോൾ അത് നല്ല ഒരു ഷോ ആണ് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് അടച്ചിട്ട് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാം. ഈ സൈഡ് ഞാൻ മൊത്തത്തിൽ ഒറ്റയടിക്ക് അങ്ങ് പറയാം. ഇവിടെ യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീപെയിന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ക്രോമിന്റെ ആ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ ഈ ഡോറുകളിലൂടെ ഇങ്ങനെ ഫ്രണ്ട് വരെയും പോകുന്നുണ്ട്. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ഇവിടെ നമുക്ക് ഒരു ഹെക്സയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ ഡോറ് തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡോർ പാഡുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കിയാൽ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാനാണ് ഇതെല്ലാം വലിച്ച് തുറക്കുന്ന ആദ്യമായിട്ടെന്ന് തോന്നുന്നു. അത്രയും ടൈറ്റാണത്. അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ ഈ ഒരു വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ചുകൾ, മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ, കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇനി നമ്മൾ ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫെൻഡറിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വെരിക്കോർ 400 എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. നമ്മുടെ ടാറ്റ സഫാരി വെരിക്കോർ സീരീസിൽ വന്ന സെയിം അതേ വെരിക്കോർ സീരീസിലുള്ള 400 എഞ്ചിനാണ് ഇതിൽ വരുന്നത്. വളരെ ഐക്കോണിക് ആയിട്ടുള്ള അവരുടെ ഒരു എഞ്ചിനാണ് വെരിക്കോർ 400. അപ്പോൾ ഈ ഒരു ഫെൻഡറിൽ ഇതാ ഇവിടെ ഒരു ചെറിയ ഡെൻറ്റും ഒരു സ്ക്രാച്ചും ഉണ്ട്. പക്ഷേ ഇതൊന്നും അറിയത്തില്ല. ഇതൊക്കെ ഞാൻ എടുത്തങ്ങ് പറയുവാണ്. പിന്നെ ഈ വണ്ടിയിൽ ആകെ പറയാനുള്ള നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഒരു സ്ക്രാച്ചും ഇതാ ഇവിടെ ഒരു ബമ്പറിൻ്റെ ഒരു ചെറിയ ക്ലിപ്പും മാറിയിട്ടുണ്ട്. അതേ ഉള്ളൂ. മാറിയെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് തള്ളി നിൽക്കുന്നത്. അത് ലോക്കകത്തോട്ട് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നുമില്ല. ഹെഡ്ലൈറ്റിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് ഉൾവശവും എഞ്ചിൻ റൂം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ടും ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം ഇത് വന്ന സമയത്തുള്ള സ്റ്റിക്കറുകളാണ്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെ ഈ പാടാണെങ്കിലും ഇതിലൊന്നും ഒരു ക്ലിപ്പൊന്നും പോവൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ എൻജിൻ റൂമിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ എൻജിൻ്റെ മേൾവശത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ വെരിക്കോർ 400 ടാറ്റ എന്നുള്ളതിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാറ്ററിയും അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ബാറ്ററി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഗിയർ ഷിഫ്റ്റിലൊന്നും ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം സ്മൂത്ത് ആണ്. അതുപോലെ ഇതിന് 4 ഡ്രൈവിംഗ് ടെറൈനാണ് വരുന്നത്. ഓട്ടോ, ഡൈനാമിക്, കംഫർട്ട്, പിന്നെ റഫ് റോഡ്. ഇങ്ങനെ 4 മോഡിൽ നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്. സെൻട്രൽ കൺസോളിലോ ഡാഷ്ബോർഡിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ വാഹനത്തിൽ 4 ടൈപ്പ് നമുക്ക് ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഓട്ടോ, കംഫർട്ട്, ഡൈനാമിക്, പിന്നെ റഫ് റോഡ് എന്നുള്ള ഒരു 4 ഓപ്ഷൻസ് നമുക്ക് ഈ വാഹനത്തിൽ
വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളുകൾ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ കളർ ഫെയ്ഡോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. നമുക്കിനി ഇതിൻ്റെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സീറ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവറുകൾ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പുറകു നിര സീറ്റുകളിലേക്ക് പോകാം. പുറകു നിര സീറ്റുകളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും അതിലൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ അകത്തൊക്കെ ആണെങ്കിൽ നല്ല വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിയർ AC വെൻറ്റുകൾ കാണാം. അതുകൂടാതെ നമുക്ക് ഈ പില്ലറിൻ്റെ ഭാഗത്തും രണ്ട് സൈഡിലും AC വെൻറ്റ് വരുന്നുണ്ട്. സ്പീക്കറുകൾ വരുന്നുണ്ട്. ഏറ്റവും പുറകിലും നമുക്ക് ഇതുപോലെ AC വെൻറ്റുകൾ വരുന്നുണ്ട്. പുറകിൽ നിര സീറ്റുകൾക്ക് വേണ്ടിയിട്ട് അവിടെയും AC വെൻറ്റ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് ഇതിനകത്തൊക്കെ സീറ്റ് ഒക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. സോറി, ഞാൻ റൂഫിൻ്റെ കാര്യം പറഞ്ഞില്ല. റൂഫൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലൊന്നും ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് MRFൻ്റെ 4 ടയറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഏകദേശം 80% ത്രെഡോട് കൂടിയ ടയറുകളാണ് ഇതിലുള്ളത്. 2022-23 മാനുഫാക്ചറിങ് ആണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡിസ്ക്കാണ് വരുന്നത്, ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓൾ ഓവർ വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടന്നൊരു വാഹനമാണ്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ പറയാം. 2017 മാനുഫാക്ചറിങ്, 17 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 64,599 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സർവീസ് ആയിട്ടുണ്ട്, അത് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ വണ്ടിയിൽ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തതിന് നമുക്ക് മനസ്സിലായി AC കൂളിംഗ് ഒരു ശകലം കുറവുണ്ട്. അതിന് ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതും നോർമലാവും. ഇതൊക്കെ ഉള്ളൂ വണ്ടിയിൽ പറയാനായിട്ട്. ഇതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡ് ആണ്. സെക്കൻഡ് കീ അവൈലബിൾ ആണ്. സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ്. ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു വാഹനമാണ്. 4 ഡ്രൈവ് മോഡുകളുള്ള വാഹനമാണ്. വൈപ്പറുകളൊക്കെ സെൻസർ വൈപ്പറുകളാണ്. നമുക്ക് മഴ പെയ്യുമ്പോഴത്തേന് പ്രത്യേകിച്ച് വൈപ്പർ ഓൺ ആക്കി കൊടുക്കേണ്ട, അത് സെൻസറിലൂടെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ ഹെർമൻ്റെ അല്ലെങ്കിൽ JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നല്ലൊരു ലക്ഷറീസ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഈ ഹെക്സ എന്ന് പറയുന്നത്. മാനുവൽ വേരിയൻ്റുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് 7,25,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ നെഗോഷിയേഷൻസ് ഉണ്ടാവും. നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അതുപോലെ ഈ വാഹനത്തിന് ലോൺ സൗകര്യവും ലഭ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വാഹനങ്ങൾ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്നും സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരോടും നമ്മളെപ്പറ്റി ഒന്ന് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് നമുക്ക് രേഖപ്പെടുത്തുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിലും കിടിലിനൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.